ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉത്സവത്തിനൊക്കെ പാമ്പടി ആയിക്കോട്ടെന്ന് പറയാ കുട്ടി. നീ ഇപ്പോ എനിക്കതുപോലെ തോന്നിയേ. എന്താ 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 പരിപാടി ഇവിടെ രണ്ടുപേരുടെ? നോക്കി കളിക്കണം കേട്ടോ, വീഴല്ലോ. രണ്ടുപേരുടെ കളിയാണ്. അപ്പോൾ കൂട്ടുകാരൻ, നിങ്ങളവിടെ നമ്മുടെ സ്റ്റുഡിയോന്റെ വർക്കൊക്കെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടില്ലായിരുന്നു? ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ നമ്മുടെ സ്റ്റുഡിയോ ഇങ്ങനെയാക്കി നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ സിറ്റിംഗ് ഏരിയ ആയിട്ട് നമ്മൾ നല്ല ഒറിജിനൽ നാച്ചുറൽ ഗ്ലാസ് അല്ല ഗ്രാസ്, ഒറിജിനൽ നാച്ചുറൽ ഗ്രാസ്. ഹലോ, ഞാൻ ഇത് ആർട്ടിഫിഷ്യൽ ആയിട്ട് കിട്ടും, പക്ഷെ നമ്മൾ ഒറിജിനലാണ് വെച്ചേക്കുന്നത്. എടി പറിച്ചോളേടി, എന്ത് സ്വഭാവ? എങ്ങനെയുണ്ട് ഇപ്പം? ഇരിക്കാനൊക്കെ സെറ്റപ്പ് ആയില്ലേ? ഇതിനാളുണ്ടല്ലോ ഞാൻ നല്ലോണം നനച്ച് നല്ലോണം കഴുകി കേട്ടോ, കൈ കൊണ്ട് നല്ലോണം കഴുകി. ആ മരുന്നിന്റെ മണമൊക്കെ പോയി ഇപ്പൊ. നല്ല നല്ല കുറച്ചുകൂടെ വൃത്തിയായില്ലേ? ആ പച്ച കണ്ടോ, അതൊക്കെ മാറി നല്ല നീറ്റ് ആയിട്ടല്ലേ? അതൊക്കെ മാറ്റി ഇനിയിപ്പോ നമ്മള് ഒരാഴ്ച നല്ല പോലെ കഴുകൂട്ടോ, നല്ലപോലെ കഴുകി വൃത്തിയാക്കണം. എന്താണ് ഇവിടെ കറക്കാനോ? അപ്പൊ കൂട്ടുകാരെ ഞാൻ ആനപ്പുറത്ത് കയറിയിട്ടില്ല. ആണോ? പക്ഷെ ഇത് അങ്ങനെ കുത്തി കയറത്തില്ല, ചെറുതായിട്ട് കുത്തി കയറും. പക്ഷെ ചെറിയൊരു അത് കഴിയുമ്പോഴേക്കും ഇങ്ങനെ പതുതാണോ അല്ലേ? ആണോ? ആനപ്പുറത്താണെന്ന് ഓർത്തിരുന്നാ മതി. ആനപ്പുറത്ത് കയറിയതിന്റെ ഒരു ഹുങ്കോ. അപ്പൊ കൂട്ടുകാരൻ, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാല് നമ്മുടെ സ്റ്റുഡിയോയിലെ പണികളൊക്കെ നിങ്ങൾക്ക് അറിയാം. നമ്മുടെ കൊണ്ട് പറ്റുന്ന പോലെ ചെറിയ ഏറ്റവും ചീപ്പായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുമോ, സ്റ്റുഡിയോ ഉണ്ടാക്കി എടുക്കാൻ പറ്റുമോ, ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. എല്ലാ പണികളും നമ്മൾ തന്നെയാണ്. ഈ സ്റ്റുഡിയോ കാണുന്ന എല്ലാ പണികളും നമ്മൾ തന്നെയായിരുന്നു ചെയ്തിരുന്നത്. ഭിത്തി ഉണ്ടാക്കിയതും ഭിത്തി തേച്ചതും. കാണാത്തവർക്ക് വേണ്ടി പറയുന്നതാണ്, ഇവരെന്ത് ചെയ്യുന്നുള്ളത് അവർക്ക് ഇപ്പൊ പുതിയതായി കാണുന്നവർക്ക് അറിയില്ലല്ലോ. ഇവിടെ ഭിത്തിയൊന്നും ഇല്ലായിരുന്നു, അതൊക്കെ കിട്ടി. പശുത്തൊഴുത്ത് ഞങ്ങള് ഇങ്ങനെയാക്കി എടുത്തു. ഇവിടെയുള്ള കമ്പിയൊക്കെ മുറിച്ച് എല്ലാം സെറ്റ് ആക്കി. ഇത് പുൽത്തൊട്ടിയായിരുന്നു. പുൽത്തൊട്ടിയാണ് മണ്ണൊക്കെ ഇട്ട് നിറച്ച് ഇരിക്കാനുള്ള സിറ്റിംഗ് സ്പേസ് ആക്കി. ആ ഭിത്തിയൊക്കെ നമ്മൾ ഫുള്ള് സിമെന്റ് വർക്കുകളൊക്കെ ചെയ്തു. നമ്മള് ഈ സൈഡും നമ്മൾ കളിമണ്ണ് കൊണ്ട് തേച്ചു, ആ സൈഡും തേച്ചു, ഇതുപോലെ ഈ സൈഡും തേച്ചിട്ടുണ്ട് കേട്ടോ കളിമണ്ണ് കൊണ്ട്. ഇനിയിപ്പോ ചെയ്യാനുള്ള ബാക്കി വർക്ക് എന്ന് വെച്ചാൽ പണ്ടത്തെ വീഡിയോസ് നോക്കിയാൽ കാണാൻ പറ്റുമേ എങ്ങനെ ഇരുന്ന തൊഴുത്തായിരുന്നു ഇപ്പൊ ഇങ്ങനെയായിരുന്നു. അപ്പൊ നമ്മുടെ പണികൾ ഓരോ ദിവസമായിട്ട് കുറച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ പുതിയ ഐഡിയ ഇട്ടുണ്ട് കൂട്ടുകാരെ. നമ്മുടെ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ നിലമാണ്. നിലം നമ്മളപ്പോ നില ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറച്ചുകൂടി വൃത്തിയാവും. അതെ അതെ, ഗ്രിപ്പ് ഇട് കുത്തി വെച്ചിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ. മൊത്തം ഹാർഡാണ് നിലം. അപ്പൊ നമ്മള് നമ്മൾ വിചാരിച്ചു നമ്മള് എന്തായാലും നമ്മുടെ നിലത്തിന്റെ പണി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ. 2-3 പ്ലാൻ ഇറക്കി. ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഇച്ചയ്ക്ക് ഭയങ്കര വേറൊരു പ്ലാൻ ഉണ്ടായിരുന്നു, അത് നമ്മൾ എന്തായാലും നടത്തില്ലെന്ന് വെച്ചു. പിന്നെ നോക്കുമ്പോൾ ഉള്ള പ്ലാൻ എന്താ വെച്ചാൽ ടൈല് വിരിക്കുക എന്നുള്ളതാണ്. ടൈല് ഈ ഒരു ഇത്രയും ടൈൽ വിരിക്കണമെങ്കിൽ 8,000 രൂപ അത്രയും ബഡ്ജറ്റ് ആവും കേട്ടോ ടൈൽ വിരിക്കണമെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ വിചാരിച്ചത് പുഴുന് വീടോ വരുന്നുണ്ട്. അപ്പൊ നെക്സ്റ്റ് ഐഡിയ എന്താന്ന് വെച്ചാൽ നമ്മുടെ നിലത്ത് റെഡ് ഓക്സൈഡ് ഇടാനായിരുന്നു. നേരെ നല്ലോണം തേച്ചിട്ട് സിമെന്റ് കൊണ്ട് നല്ലോണം തേച്ച് ലെവലൈസ് ചെയ്തിട്ട് റെഡ് ഓക്സൈഡ് ഇടാനായിരുന്നു വേറെ പ്ലാൻ വന്നേ. പക്ഷെ അത് റെഡ് ഓക്സൈഡ് ഇങ്ങനെ കളർ മങ്ങി പോകും. പിന്നെ അതും നല്ല എക്സ്പെൻസീവ് ആണ് ശരിക്കും പറഞ്ഞാൽ. അത്രയും നമ്മൾ സിമെന്റ് ഇട്ട് തേച്ച് കറക്റ്റ് ആക്കി എടുത്ത്. പക്ഷെ അത് കുറച്ചുകൂടെ എക്സ്പെൻസ് ആണ്. അതും ടൈലിന് അത്ര എക്സ്പെൻസ് അല്ല, ടൈലിന് പകുതിയൊക്കെ വരത്തുള്ളൂ. പിന്നെ നമ്മൾ വന്നൊരു ഐഡിയ ആണ് കൂട്ടുകാരെ, നില മൊത്തം മണ്ണിടാൻ മതി. മണ്ണിട്ടിട്ട് നമ്മളൊരു സംഭവം ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പൊ അതിനകത്താണ് ഇപ്പൊ നമ്മൾ വന്നേക്കുന്നത്. ഏറ്റവും എക്സ്പെൻസ് ഇട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുമോ ആ രീതിയിലാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ആദ്യം എന്താ ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് നമ്മൾ മണ്ണ് പുറത്ത് തന്നെ ഉണ്ട്. പുറത്ത് മണ്ണ് എടുത്തിട്ട് ഇവിടെ മൊത്തം ലെവലൈസ് ചെയ്യണം. കണ്ടോ, അങ്ങോട്ടേക്ക് ചെരുവാണ് നിലം. അത് കറക്റ്റ് ലെവലാക്കിയിട്ട് ഒരേ ലെവൽ തന്നെ ആക്കിയിട്ട് നമ്മള് ഇങ്ങനെയോ ഇങ്ങനെ വീട് വേണേ പണിയാ. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു നോക്കും. നിങ്ങളുടെ വീട്ടിൽ ചുമ്മാ കിടക്കുന്ന തൊഴുത്തൊക്കെ പണ്ടത്തെ പോലെ ഇപ്പൊ കന്നുകാലികൾ വളർത്തുന്നൊന്നും ഇല്ലാത്ത വീടുകളുണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ വീടുകൾ ഇങ്ങനെ സ്പേസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ട്രാൻസ്ഫോം ചെയ്തെടുക്കാൻ പറ്റും. ഞങ്ങൾ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. സിമ്പിൾ സംഭവമാണ്, ഇതൊന്ന് ഇറങ്ങാൻ. അപ്പൊ ആദ്യത്തെ പണി എന്താ അറിയാമോ, നമ്മുടെ സ്റ്റുഡിയോയിലെ ഈ സാധനങ്ങളൊക്കെ എടുത്ത് മാറണം. സാധനം മീൻസ് ഇതെടുത്ത് മാറണം, ഈ ടേബിൾ എടുത്ത് മാറണം, ചെയർ, ഈ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തിടണം കേട്ടോ. എന്നിട്ട് വേണം നമുക്കിവിടെ മണ്ണിടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കറക്റ്റ് ലെവലാക്കണം, വാട്ടർ ലെവലൊക്കെ നോക്കി സെറ്റ് ആക്കണം. പണിയുണ്ട് കമോൺ. അപ്പൊ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് കാണിച്ചു തരാവേ.
എല്ലാരും വാ പണിയുണ്ട്. എന്റെ പരിപാടി എന്ത് പരിപാടിയാ? ആ വട്ടേപ്പമില്ലെങ്കിൽ ആ പാട്ടോടെ പാടുന്ന ശ്രീ. ഓഹോ ഇപ്പൊ ഞാൻ ആരായി? സക്സസ്ഫുൾ. കണ്ടോ സാധനങ്ങളൊക്കെ നമ്മൾ എടുത്ത് ഇങ്ങോട്ടേക്ക് മാറ്റി കേട്ടോ. നമ്മുടെ ലാപ്ടോപ്പും എല്ലാ സാധനങ്ങളും സ്പീക്കേഴ്സും എല്ലാം എടുത്ത് അങ്ങോട്ട് വെച്ചു. അപ്പൊ ഈ ഏരിയ ആണ്ടേ മിന്നുന്നേ അതെന്നാ ഓണാക്കി. ആ അതെന്നാ മിന്നുന്നേ? ഓക്കെ ഞാൻ അന്ന് ഇവിടെ തേക്കാൻ നേരത്ത് കുറച്ച് ചെളി ഇറങ്ങിയായിരുന്നു വെച്ചിട്ട്. അതിപ്പോൾ എന്തെങ്കിലും ഷോർട്ട് ആവുന്നതാണോ അത് ഡിലിജബിൾ പാടിഞ്ഞത് തന്നെ മിന്നുന്നല്ലേ? കുഴപ്പമില്ലേ? ചോദിച്ച് ആ അങ്ങനെ. അപ്പൊ കൂട്ടുകാരെ നമ്മൾ പണി തുടങ്ങാൻ വേണ്ടി പോവാം. മണ്ണ് പുറത്തെടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ട് ഉള്ളിലേക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി പോവാം കേട്ടോ. തുടങ്ങാമോ? ഞാൻ കട്ടയൊക്കെ അടിച്ച് പൊട്ടിക്കൂല നമ്മള്. എല്ലാം ഇടിച്ച് പരത്തും, ഇടിച്ചങ്ങോട്ട് നിരത്തും. ആര് ചോദിക്കാം? ഞാൻ സ്കൈ അത് കളിക്കില്ലേ? അലക്സ ഓഫ് ആയിരിക്കുക. ഇവിടെ അലക്സ ഉണ്ട് കേട്ടോ. അലക്സ സംസാരിക്കുന്നേ. സ്കൈ അത് കളിക്കല്ലേ? വാ ഹൈലസ ഞാൻ സ്കൈ പറയുന്നത്. അലക്സ പറയുന്നേ. സ്കൈ കുപ്പിച്ചില്ലല്ലേ? അത് അവിടെ നിന്ന് എടുത്ത മണ്ണാണ് കേട്ടോ. അതിനിടയിൽ കണ്ടോ കുറെ കുപ്പിച്ചിലൊക്കെ സൂക്ഷിക്കണം. കുപ്പിച്ചിലൊക്കെ ഉണ്ടല്ലോ ഒരു അതിനകത്ത് കേട്ടോ. പോട്ടെ നീ ചുമ്മാ ഓരോന്ന് കാണിച്ചിട്ട് നടുവിൽ മണിയാക്കി കണ്ടോ. എടി ഞാൻ പൊന്നിന്റെ പണിയാണ്. പൊന്നിന്റെ അത് സ്റ്റൈലായിട്ടോ. ഞാൻ പെട്ടെന്നോടെ നിറക്കി. പെട്ടെന്ന് നിറക്കട്ടെ കേട്ടോ. പെട്ടെന്ന് നിറച്ചിട്ട് ഉള്ളിൽ ഫില്ലാക്കി നോക്കട്ടെ. മണ്ണിട്ട് കഴിഞ്ഞിട്ട് കാണിച്ചു തരാവേ. ആദ്യത്തെ ബക്കറ്റ് പൊന്നു വിടുന്ന കാണിക്കണം എന്ന് പറഞ്ഞട്ടോ. പ്രത്യേക റെക്കമെൻഡേഷൻ, പ്രത്യേക റിക്വസ്റ്റ് ഉണ്ട്. ആ കണ്ടോ ഈ സൈഡ് ആ സൈഡിലോട്ട് ചെരിവായ കാരണം കണ്ടോ നമുക്ക് അവിടം വരെ പൊങ്ങണം അവിടെ. പക്ഷെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കട്ടി കുറവ് മതി കേട്ടോ. നമുക്ക് അവിടം വരെ പൊങ്ങണം. ആ ലെവലിൽ വേണം നമുക്ക് കറക്റ്റ് വരാൻ വേണ്ടിയിട്ട്. തുടങ്ങാം. ഡൂഡുവിന് ഇപ്പൊ കുളിക്കണ്ട, ഇവിടെ പണിയെടുക്കണം എന്ന് പറഞ്ഞ് പൊരിഞ്ഞ കരച്ചില്ല. അയ്യോ ഞാൻ ആദ്യത്തോട്ട് പറഞ്ഞ വൈകുന്നേരം നമുക്ക് മണ്ണിപ്പണിയുണ്ട്, മണ്ണി കളിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ചെക്കൻ കുളിക്കോട്ടെ. ഇപ്പം ഡൂഡു വാടാ, മണ്ണ് വരാൻ വാടാ. സൂക്ഷിക്കണേ. ഇങ്ങ് വാ. ചൈ കൂടെ വാ എന്ന് പറയുന്നുണ്ട്. അടി കൊടുക്കാൻ പോവാ. നമ്മൾ ഉള്ളിൽ വാട്ടർ ലെവൽ നോക്കിയിട്ട് വേണം. നമ്മൾ ആ ചെരുവുള്ള കാരണം നമ്മൾ വാട്ടർ ലെവൽ നോക്കിയിട്ട് വേണം നമുക്ക് മണ്ണിടാന്. വാട്ടർ ലെവൽ ഈ പൈപ്പും കൊണ്ടാണോ നോക്കുന്നത്? പണ്ടത്തെ ആശാരിമാർക്ക് നോക്കുന്ന കാണത്തില്ലേ? നിനക്ക് ഇതിനെ കുറിച്ച് വല്ല അറിയാ? നിനക്ക് ഇതിനെ കുറിച്ചൊക്കെ അറിയാ? ഇത് ഇങ്ങനെയൊക്കെ പഠിക്കുന്നേ. വായിൽ വെക്കുന്നേ. പൈപ്പിൽ നിന്ന് വെള്ളം കേറുന്നു. എന്താ വെള്ളം വരുന്നേ? ഇതിൽ കറുത്ത കളറായതാണ് നിങ്ങക്ക് കാണാമോ? വെള്ളം ഓടിക്കളിക്കുന്നേ. ആഞ്ഞു വലിക്ക്. ഇവൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. രണ്ട് ചോട്ടാ ഭീമുകളെ കൂടെ കൂട്ടിയിട്ട് ഇവൻ എന്താ നമ്മളിങ്ങനെ വേണമെങ്കിൽ വാട്ടർ നോക്കാൻ. ഇങ്ങനെ പൊക്കുമ്പോ
ഇത് മനസ്സിലായില്ല? എനിക്കൊന്നും മനസ്സിലായില്ല, നീ എന്താ പറയണേ? വെള്ളമുണ്ട് ഇതിനകത്ത്, അതായത് വെല്ലൊക്കെ നിർത്തും നല്ലോണം. അപ്പൊ കൊമ്മളയൊക്കെ ഉണ്ടെങ്കിൽ പോകും. കണ്ടത് കണ്ടോ? ഞാൻ നിവർത്താം. ഇത് നോക്ക് 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 നോക്ക്, കാണുന്നുണ്ടോ? അനങ്ങി കളിക്കുന്നയാ വാടി, കണ്ടോ? ഇത് കണ്ടോ? അതാണ് വാട്ടർ ലെവല്. ഈ സൈഡില് ചെരിവുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഈ സൈഡിൽ ഇങ്ങേരത്ത് നമ്മൾ ഇതിങ്ങനെ വെക്കും, എന്നിട്ട് അങ്ങേരത്തോടെ ഇത് വെക്കും, എന്നിട്ട് ഒരേ ലെവല് എവിടെയാണോ അവിടെയാണോ മാർക്ക് ചെയ്യാം. മനസ്സിലായോ? ഇത് എന്തൊക്കെയോ വിക്രസ് ഒപ്പിക്കുന്നുണ്ട് കേട്ടോ, ഒന്നും തിരിയുന്നില്ല. പൈപ്പിന്റെ ഉള്ളിൽ കറ പിടിച്ചേക്കും കേട്ടോ, അത് കാരണം ഇവന് കാണുന്നില്ലെന്ന് തോന്നുന്നു. ഡൂഡിന് മനസ്സിലായോ? ഇവിടെ സെറ്റാക്കി അടുത്താടെ കറക്റ്റ് ഇവിടെ തന്നെ ആയിരിക്കും വെള്ളം. കേട്ടോ? മനസ്സിലായില്ല? എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ മാർക്ക് ചെയ്യട്ടെ. ശരിയാണ്. അപ്പൊ ആ പൈപ്പ് വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്താ ഈ ഹൈറ്റ് വരെ പൊക്കണം അവിടെ. ആ സൈഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, 4 സൈഡ് മാർക്ക് ചെയ്തു കേട്ടോ. എങ്ങനെയായിരുന്നു ഐഡിയ? വാട്ടർ മാർക്ക് ചെയ്തു നമ്മള്. ഓ ചെക്കൻ എങ്ങനെയാ കുറച്ച് മണ്ണ് കളിച്ചാൽ മതി. അപ്പൊ ഇനി മണ്ണ് നിറയ്ക്കാൻ പോവാണ് കേട്ടോ. മണ്ണ് പെട്ടെന്ന് നിറയ്ക്കാൻ നോക്കട്ടെ, പെട്ടെന്ന് നിറച്ച് സെറ്റ് ആക്കി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഹലോ, ഞാൻ എന്താ നീ ചിരിക്കുന്നത്? ഓ എന്താ പണി അവിടെ? അത് നോക്കിയിരിക്കുക. എന്റെ ജീവമേ, അങ്ങനെയാക്കിയോ? ഭയങ്കര ഫീലിങ്സാ. മണ്ണ് നിറയ്ക്കാം, പറഞ്ഞോണ്ടിരിക്കും. ഓക്കെ, അങ്ങനെ കൂട്ടുകാരെ നമ്മൾ ആ പണിയൊക്കെ ഏകദേശം അവിടെ ഇത്രയാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഉള്ളിൽ മൊത്തം മണ്ണ് കോരി ഇട്ടു. കണ്ടോ? ഫുള്ള് ഫില്ല് ചെയ്തിട്ടോ. കറക്റ്റ് അല്ല വാട്ടർ ലെവലൊക്കെ നോക്കിയിട്ട് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ. കറക്റ്റ് ഇവിടെ നല്ല ഹൈറ്റ് കൂടിയിട്ടുണ്ട്, ഇവിടെ അവിടെ എത്ര കൂടിയിട്ടില്ല. അവിടെ കറക്റ്റ് എല്ലാം സെറ്റ് ആക്കിയിട്ട് ഇപ്പോൾ അവിടെ എല്ലാം മണ്ണ് കറക്റ്റ് ആയതിനു ശേഷം നമ്മളിപ്പോൾ കല്ല് പൂരി കളഞ്ഞിരിക്കുകയാണ് കേട്ടോ, മേലുള്ള കല്ലുകളൊക്കെ. അപ്പോൾ പൊന്ന് കൈ നോക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഞാനും ഡൂഡുമാണ് കേട്ടോ അപ്പോൾ ഇൻചാർജ്. അല്ല ഡൂഡു, നീ എടാ ആ മണ്ണൊക്കെ ഇവിടെ ഇട്, കല്ല് മാത്രം എടുക്ക്. കല്ല് ഡൂഡിനോട് എടുക്കണ്ടെന്ന് പറഞ്ഞൊക്കെ സമ്മതിക്കൂല. ഡൂഡിന് എന്തെങ്കിലും എടുത്തുകൊണ്ടിരിക്കണം. നമ്മൾ ചെയ്യുന്നതായിട്ട് ഡൂഡിന് മണ്ണെടുക്കാൻ നമ്മളിതൊക്കെ ചെയ്യുന്നതായിട്ടേ ഡൂഡിന് മണ്ണെടുക്കാൻ കൊതിയായിട്ട്, മണ്ണിൽ കളിക്കാൻ കൊതിയായിട്ട് കേട്ടോ. ഉണ്ടാ ഡൂണ്ടാ, എങ്ങനെയുണ്ട് ഇപ്പോൾ റൂം, നമ്മുടെ സ്റ്റുഡിയോ റൂം? എടാ ഓ ഡൂഡ് ഭയങ്കര ബിസിയാണ് കേട്ടോ. അപ്പോൾ കൂട്ടുകാരേതാ നമ്മുടെ റൂമിൻ്റെ സിറ്റുവേഷൻ ഇപ്പോൾ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് എന്താ തോന്നുന്നു? നമ്മൾ നിലത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ നമ്മൾ ഇതവിടെ മൊത്തം ഒന്ന് ലെവലാക്കിയിട്ട് മൊത്തം നനയ്ക്കണം, നല്ലോണം നനച്ച് മണ്ണ് നല്ലോണം ഉറപ്പിക്കണം കേട്ടോ. നമ്മൾ ഉറപ്പിച്ചിട്ടാണ് ഈ ബാക്കി പരിപാടി. കുറേ മണ്ണ് വേണ്ടി വന്നായിരുന്നു കേട്ടോ ഇത് മൊത്തം എടുക്കാൻ വേണ്ടിയിട്ട്. ആ ഫ്രണ്ടിലുണ്ടായിരുന്നു നമ്മൾ അനാവശ്യമായിട്ട് കിടന്നു പറഞ്ഞ് മണ്ണൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. നല്ല പോലെ മണ്ണ് നല്ലപോലെ ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു. എടുത്തിട്ടുണ്ട് ശരിക്കും. JCB വന്നിട്ട് മണ്ണെടുത്ത കാര്യമാണ് ഡൂഡ് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് സെറ്റാക്കിയിട്ട് നനയ്ക്കാൻ നോക്കട്ടെ, നനച്ചൊന്ന് സെറ്റിലാക്കട്ടെ മണ്ണ്. സെറ്റായിട്ടുണ്ടെങ്കിൽ നനയ്ക്കാൻ നോക്കട്ടെ കേട്ടോ. പിന്നെ നമ്മൾ നനയ്ക്കാൻ നോക്കുവാണേ. എല്ലാം സെറ്റായിട്ടുണ്ട്. ഡൂഡു ചീറ്റിക്ക് ഡൂഡു ആണ് നനയ്ക്കുന്ന ആള്. അങ്ങേ അടുത്തേക്ക് ഡൂഡു അവിടെ നിന്ന് വാ, ആ സൈഡിൽ നിന്ന് വാ. ഭിത്തിയിലാക്കല്ലേ, അങ്ങനെയല്ല ഡൂഡു, അങ്ങനെയല്ലടാ നനയ്ക്കണ്ടേ. ഇങ്ങോട്ടോ അങ്ങോട്ടോ, ആ സൈഡിൽ നിന്ന് വാ, കുറച്ച് അനുസരിച്ച് വാ. അങ്ങനെ അപ്പോൾ ഡൂഡു ആണ് നനയ്ക്കുന്നത് കേട്ടോ. ഇനി നല്ലോണം വെള്ളമാക്കിയിട്ട് ഫുള്ള് സെറ്റിലാക്കണം, ഇരുത്തി കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് സെറ്റാക്കട്ടെ. ഫുള്ള് സെറ്റ് ചെയ്തു കേട്ടോ. അതിന്റെ ഇടയിൽ സ്കൈ വഴക്കായപ്പോ ഞാൻ പോയി കേട്ടോ. പറഞ്ഞോ ഡൂഡു വെള്ളത്തിൽ കളിയായി പറഞ്ഞു കേട്ടോ. ഹായ് ഡൂഡു. ആണോ? എന്നെയും കൂടി എടുത്ത് പറയണം, ഞാനും കൂടെ ഹെൽപ്പ്. എനിക്ക് അതിന്റെ ഇടയിൽ പോകേണ്ടി വന്നു. നല്ല രസമല്ലേ ചക്കന്? നല്ല പോലെ നനച്ചു കേട്ടോ. നല്ല പോലെ കുതിരുമ്പോ ഈ മണ്ണെല്ലാം നല്ലപോലെ ഇരിക്കും.
ഇതിന് മേലെ കല്ലിട്ടതാ നീ അറിഞ്ഞോണ്ട്. എവിടെ ഇതോ? ആ നമ്മളിനി കട്ടളാക്കി വെക്കുമ്പോഴേ എവിടെ ഇത് ഇത്ര ഹൈറ്റ് കൂടിയില്ലേ ഇപ്പൊ? ഇവിടെ മാറിക്കടാ. ഹൈറ്റ് കൂടിയില്ലേ അമ്മേ? എവിടെ ഹൈറ്റ് കൂടി? അപ്പൊ ഇത്രയും അതാണ് വാട്ടർ ലെവൽ, കറക്റ്റ് വാട്ടർ ലെവലൊക്കെ ചെയ്തേക്കുന്നത്. ആണോ? സംഭവം വാട്ടർ ലെവലൊക്കെ നോക്കിട്ടോ മേസ്തിരി എന്റെ മോനെ അല്ലേ? സ്റ്റൈല് ചെക്കൻ ഫുള്ള് സ്റ്റൈല്. ഞാൻ നോക്കുമ്പോ പൈപ്പിൽ വെള്ളം നിറച്ചിട്ട് അങ്ങോട്ട് വെക്കുന്നു ഇങ്ങോട്ട് വെക്കുന്നു. ഇത് ലെവല്. മമ്മിയും പപ്പയൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താ ഭ്രാന്തായോന്ന്. കൊറേ മണ്ണ് നിറയ്ക്കും, കൊറേ മണ്ണ് എടുത്ത് കളയും, കൊറേ മണ്ണ് എടുക്കും. പക്ഷെ രസായിട്ടോ. ഇതിൽ മൊത്തം ചെടി നട്ടുപിടിക്കാനാ? ആണോ? 18 വട്ടം വെച്ചോ? ഹാപ്പി? ഓക്കെ.